ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ഹസ്നാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് വരാം. അതിനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചോറ് ഇഷ്ടപ്പെടാത്ത മക്കൾക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ പറ്റിയ 2 റെസിപ്പീസാണ്. അപ്പോൾ ആദ്യം തന്നെ നട്ടി റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യില്ലേ, നെയ്യാണെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എടുത്ത് നമുക്കൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഇല്ലേ, ബദാമോ പിന്നെ കാഷ്യൂനട്ടോ പിന്നെ നിലക്കടല, അതൊക്കെ ഒന്ന് ഈ നെയ്യിലിട്ടിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കരിയൊന്നും വേണ്ട, നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നെയ്യിൽ കിടന്ന് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി അരിയോ അല്ല എന്നുണ്ടെങ്കിൽ ബസ്മതി റൈസോ ഒന്ന് തിളപ്പിച്ചൂറ്റിയോ അല്ലെങ്കിൽ വെള്ളം വറ്റിച്ചോ വെച്ച് മാറ്റിയെടുക്കണം, ഉപ്പിട്ട് വറ്റിച്ചെടുക്കണം. അല്ല ബസ്മതി റൈസ് ആണെങ്കിലോ ഒന്ന് വേവിച്ചൂറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നട്ട്സിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കുക. സിമ്പിളല്ലേ, നല്ല ടേസ്റ്റിയാണ്, മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിലേക്കൊരു പിഞ്ച്, ഒരു 1/4 ടേബിൾ സ്പൂണോളം തന്നെ വേണ്ട, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുത്താൽ നമ്മൾ നട്ടി റൈസ് റെഡി. സിമ്പിളാണ്, നമുക്കൊക്കെ എന്തായാലും ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് മാത്രമാണെങ്കിൽ ഇതിലേക്കൊരു എഗ്ഗ് ഒന്ന് പൊഴിഞ്ഞ് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഇത് ഞാനൊന്ന് ലഞ്ച് ബോക്സിലേക്കൊന്ന് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗ് പൊഴിഞ്ഞതൊക്കെ കൊടുക്കാം. അത് മാത്രമല്ല, അതില്ലെങ്കിലും ഇത് നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു സാലഡും കൂടി റെഡിയാക്കാം. ഞാനൊരു 3 കക്കോമ്പർ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല കുറച്ച് ക്യാരറ്റും കൂടി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും ഇതിലേക്ക് നമുക്ക് കട്ട തൈരില്ലേ, അതും അല്പം ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് സാലഡ് റെഡിയായി. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു കുഞ്ഞ് ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം കട്ടത്തൈര് ഉണ്ടെങ്കിൽ കട്ടത്തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോറ് ഇഷ്ടമല്ല അല്ലെങ്കിൽ സ്നാക്കൊക്കെ കൊണ്ടുവന്ന് മക്കളുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ലഞ്ച് ബോക്സ് എന്താണെന്നറിയോ, നമ്മുടെ റാഗിയുടെ വേമിസലിയില്ലേ, അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെ ഉണ്ടാകും കേട്ടോ. ലഞ്ച് ബോക്സിലേക്ക് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം റാഗി വേമിസലിയില്ലേ, റാഗി സേമിയ ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് പുതിർത്തെടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മക്കൾക്ക് നന്നായിട്ട് ചോര ഉണ്ടാവാനും ഒക്കെ രാഗി നല്ലതല്ലേ. അപ്പോൾ രാഗി നമ്മൾ വരക്കിയിട്ടോ അങ്ങനെയൊന്നും കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സേമിയ വെള്ളമൊക്കെ ഒഴിവാക്കി ഊറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇത്രയും ഇൻഗ്രീഡിയൻസ് ചെറുതാക്കിയെടുക്കുക. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി, പിന്നെ ക്യാരറ്റ്, നിലക്കടല, മല്ലിയില, വലിയ ഉള്ളി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉഴുന്നു, ഇത്രയും റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തെന്ന് പറയുന്ന കറിവേപ്പിലയില്ലേ, അതങ്ങിട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണോളം ഉഴുന്നും ചേർക്കുക. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് വറുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരണം. ഒരു ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമുക്ക്
ബാക്കി ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മുടെ വലിയ ഉള്ളിയില്ലേ, അത് ചെറുതായി കൊത്തി അരിഞ്ഞത്, ഞാനത് വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി കനം കുറഞ്ഞരിഞ്ഞത്, പച്ചമുളക് കനം കുറഞ്ഞരിഞ്ഞത് എല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുക, പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മസാല ഫില്ലിങ് റെഡി ആയി കിട്ടണം. ഇപ്പം നമ്മുടെ മൂത്ത എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, പച്ചക്കറീസൊക്കെ. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും നമ്മൾ 1 മിനിറ്റിനേറെ ആയിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം ഒഴിവാക്കി ഇതിലേക്കൊന്ന് വെള്ളം വലിച്ചെടുക്കാം. അപ്പോൾ സേമിയയിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മുടെ രാഗി സേമിയ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ പുട്ടും കുറ്റിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ കുടുക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുട്ടും കുറ്റിയിലേക്ക് ഇതങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊന്നൊരു 5 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ശേഷം ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് വീണ്ടും അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ സേമിയല്ലേ, റാഗി സേമിയ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, നമ്മുടെ നൂഡിൽസ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് ഒരു തരി ഉപ്പും ചേർത്ത് കൊടുക്കുക, മല്ലിയില കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തെല്ലാം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഈ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്നാ സക്കീർ.